ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരൽപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പരൽപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് പൊങ്കൽ സ്പെഷ്യൽ എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിൽ തന്നെ വരുന്നൊരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതെപ്പോഴാണെന്നല്ലേ, നമ്മുടെ ഈ പൊങ്കലൊക്കെ ആഘോഷിച്ചതിന് ശേഷം ശ്രുതിയുടെ ഇളയച്ചൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് നാശം സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഓരോ നുണകൾ പറഞ്ഞുകൊണ്ട് വീരാനിക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ശ്രുതിയുടെ ഇളയച്ചൻ പോയി, ഇനിയിപ്പം നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇപ്പം ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, 4 ദിവസത്തിനുള്ളത് 2 ദിവസം മുന്നേ പോകുന്ന വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറയുന്നത്, നിങ്ങൾ 4 ദിവസം ഇവിടെ നിൽക്കും എന്നുള്ള സന്തോഷത്തിലാണ് ഞാനുണ്ടായിരുന്നത്. അത്ര വേഗം നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മത്സരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ആരാണ് വിൻ ചെയ്യുന്നത് ഞാനായിട്ട് ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ ശ്രുതിയുടെയൊക്കെ സ്വഭാവം അറിയാലോ, എന്തെങ്കിലും സ്വർണ്ണമോ പണമോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് നിൽക്കും. അതുകൊണ്ട് ചന്ദ്ര ഇതെല്ലാം സമ്മതിക്കേണ്ട. അങ്ങനെ നമ്മുടെ അച്ഛമ്മ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചി മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് എടുത്തോളൂ, അച്ഛമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയാണ് എല്ലാ മത്സരങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സരിക്കാനായിട്ട് ഇവർ ഓരോ പെയറായിട്ട് തന്നെ, അതായത് വർഷയും ശ്രീകാന്തും ശ്രുതിയും അങ്ങനെ ഓരോ പെയറായിട്ട് ഇവർ തിരഞ്ഞെടുക്കുകയാണ്. കൂടുതലും നമ്മുടെ ചന്ദ്ര വർഷയുടെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും സച്ചിയെ രേവതിയെ ജയിക്കാൻ സമ്മതിക്കരുത്, അവർ ഈ ഒരു മത്സരത്തിലും കൂടി ജയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. മാത്രമല്ല ശ്രീകാന്തിനോടായിട്ട് വർഷ പറയുന്നുണ്ട്, എനിക്ക് രേവതി ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ സച്ചിയായിരുന്നു, അദ്ദേഹം കണ്ടില്ല എത്ര ഇൻസൾട്ട് ആയിട്ടാണ് ഇവിടെ വെച്ചാണെങ്കിലാണ് സംസാരിക്കുന്നത്, എന്തായാലും അങ്ങേര് തോക്കുന്നത് എനിക്ക് കാണണം, അതുകൊണ്ട് തന്നെ ശ്രീകാന്തെ നമുക്ക് തന്നെ ജയിക്കണമെന്ന് ശ്രീകാന്ത് വർഷയോടും ശ്രുതിയോടായിട്ട് നമുക്ക് ജയിച്ചേ മതിയാവുള്ളൂ, അച്ചാമ്മയുടെ മുന്നിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവണമെന്നാണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലും തൻ്റെ 2 മരുമക്കളെയും ചേർത്ത് നിർത്തിയിട്ട് രേവതിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ അച്ചാമ്മ മാറി നിന്ന് കേൾക്കുകയാണ്. അവസാനം നമ്മുടെ സച്ചിയുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി രേവതിയോട്ട് പറയുന്നുണ്ട്, ഏത് വിധേനയും നമുക്ക് ഈ ഒരു മത്സരം ജയിക്കണം രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയായിട്ട് നമുക്ക് മത്സരത്തിലല്ല പ്രധാനം, മത്സരത്തിൽ പങ്കെടുക്കണം, ജയിക്കോ തോക്കോ എന്താവട്ടെ, ജയിച്ചാലും നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ടേക്കല്ലേ ജയിക്കുന്നത്, അവർ ജയിച്ചാലും നമുക്ക് സന്തോഷമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അത് സമ്മതിക്കുകയാണ്. ഈ ഒരു സമയത്ത് മാറി നിന്ന് കേൾക്കുന്ന അച്ചാമ്മ ചിന്തിക്കുകയാണ്, രേവതിയുടെയും സച്ചിയുടെ മനസ്സ് മറ്റാർക്കും തന്നെ ഇല്ലല്ലോ, മറ്റാരും മാറി ചിന്തിക്കുന്നില്ലല്ലോ, സച്ചിയെ രേവതിയെ ഏത് രീതിയിൽ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മത്സരത്തിൻ്റെ അന്നേ ദിവസം ശ്രീകാന്തും വർഷയും ശ്രുതിയും രേവതിയും സച്ചിയുമായിട്ട് അങ്ങനെ ഓരോ പെയറായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഈ ഒരു മത്സരത്തിലെ ജോഡിയെ തിരഞ്ഞെടുക്കുന്നത് ഞാനാണ്, നിങ്ങളുടെ ജോഡിയായിട്ടല്ല നിൽക്കേണ്ടത്, മിക്സഡ് ആയിട്ട് നിൽക്കണം, എന്നിട്ട് മത്സരിക്കണമെന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും വർഷയും പറയുന്നുണ്ട്, വേണ്ട അച്ഛാമ്മ, ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ മത്സരിച്ചോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അച്ഛമ്മ വീണ്ടും പറയും, അങ്ങനെ മത്സരിച്ചാൽ ശരിയാവുകയില്ല, ചന്ദ്രയുടെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് സച്ചിയും ശ്രീകാന്തും ശ്രുതിയായിരിക്കും, ഇപ്പുറത്ത് രവിയുടെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് വർഷയും രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും ആയിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാമ്മയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു നിബന്ധനയ്ക്ക് ചന്ദ്ര തയ്യാറാവുകയാണ്. അങ്ങനെ 2 ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് അടിപൊളി മത്സരം തന്നെ ആ വീട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതിയും വർഷയും ശ്രുതിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് മത്സരിക്കുന്നത്. മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് സച്ചിയും ശ്രീകാന്തും ശ്രുതിയും അവർ 3 പേരും ഒരു കയ്യാലെ തന്നെ മത്സരിക്കാൻ തയ്യാറാവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.